എല്ലാ ചെങ്ങായിമാർക്കും സോൾ ബൈ ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞാൻ. ഇന്നൊരു ഡേറ്റിങ്ങിലാണ് പോകുന്നത്, അതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ്. ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പടച്ചോനെ എൻ്റെ വീട്ടുകാരൊക്കെ കണ്ടാൽ സീനാവുമെന്ന് അറിയാം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാട്ടോ ഡേറ്റിങ്ങിന് പോകുന്നത്. നമുക്ക് പോയി വെക്കാം. നമ്മൾ കോഫി ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കോഫി ഷോപ്പ് കാണിച്ചു തരാം. മിലിയ ഗാലറി ആൻഡ് കോഫി. ഇത് അടിപൊളി ഷോപ്പാണല്ലോ. ഡേറ്റ് പറഞ്ഞിട്ട് ഞാനിവിടെ എത്തിയപ്പോൾ വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. ഒരു സോളോ ഡേറ്റ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ മനസ്സ് കുറേ ആയി പറയുന്നു നമുക്ക് വീഡിയോ എടുക്കണം, ഇങ്ങനെ ഓരോന്ന് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഞാൻ എവിടേക്കും പോകില്ല. കുറേ മറ്റേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അവരോടൊക്കെ അപ്രൂവൽ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോയി കോഫി ഷോപ്പിൽ മേ ബി കോഫി കുടിക്കാം, അല്ലെങ്കിൽ ഒരു സ്മൂത്തി കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റുള്ള ഫ്രണ്ട്സൊക്കെ ഇന്ന് ദുബായ് റൺ ആയതുകൊണ്ട് അവിടേക്ക് പോയതാണ്. കുറച്ച് ആർട്ട് വർക്ക് നമുക്ക് നോക്കാം. ഇത് ഞാൻ ചോദിച്ചപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ്. ഗെയിൽ കാലി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. അതേമാതിരി ഗിലർമോ പറഞ്ഞിട്ടുള്ള ആൾ ചെയ്തതാണ് ഈ കൊമിക് കാര്യങ്ങളൊക്കെ. കൊമിക് ടോയ്സ് കാണാൻ നല്ല രസമല്ലേ? കാണാൻ നല്ല അടിപൊളി കേട്ടോ. അതേമാതിരി ഫെറാരി, ലംബോർഗിനി, പോർഷെ, F1 അങ്ങനത്തെ ഓരോരോ മിനിയേച്ചേഴ്സും ഉണ്ട്. നമുക്കിത് മേടിക്കാം. ഇവരെ ഓൺലൈൻ സൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആർട്ട് വർക്ക് ആയാലും നമുക്ക് മേടിക്കാം, ഇവിടെ വരാം, കാണാം. ഇവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്കെല്ലാം ചെയ്യാം. ഇതൊരു 1.5 അടാറ് സാധനമാണ്. നമ്മൾ ഫെറാരി കാണിച്ചു തരാം. ഇത് ഏത് ഇയറാണ് കാര്യങ്ങളെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളിതിങ്ങനെ പുറത്തുനിന്ന് കാണുകയെന്നല്ലാതെ ആസ്വദിക്കുക. കാർ ലവറാണ്. അത്ര വലിയ എന്തൂസിയാസ്റ്റാണെന്നല്ല, പക്ഷേ ഒരു കാർ എന്തൂസിയാസ്റ്റ് അതേമാതിരി ആർട്ട് ലവേഴ്സൊക്കെ വരികയാണെങ്കിൽ ബെറ്റർ. ഇവർക്ക് റാലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത്ര വലിയ വണ്ടി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. 2-3 മോഡലുണ്ടല്ലോ ഫെറാരിൻ്റെ. ഒന്ന് അത്, ഒന്ന് ഇത്, പിന്നെ ഒരു ലംബോർഗിനി ഉണ്ട് കേട്ടോ. അത് ലേറ്റസ്റ്റാണ്. ലംബോർഗിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും ഉള്ളൊന്ന് കണ്ടുനോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ എൻജിൻ. ഒരു വലിയൊരു ബിയറുണ്ട്. തൊപ്പൊക്കെയുള്ള ഞാൻ തൊടണമെന്നില്ല. ഭയങ്കര അടിപൊളി. കാറുകൾ മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഞാൻ മുന്നേ വന്ന ടൈമിൽ ഒരു ബുഗാട്ടീൻ്റെ ഒക്കെ ഒരു പഴയ ക്ലാസിക് വിൻറ്റേജ് കാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് വേറെയും കുറേ റയർ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതേമാതിരി ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ടീപ്പോയി ഉണ്ടാക്കിയത് നോക്ക്. ടീപ്പോയി ഇത് എൻജിൻ്റെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. കണ്ണിനൊക്കെ ഒരു കുളിർമ കിട്ടും. നമുക്കറിയാം ദുബായിൽ ഈ വർക്ക് ലൈഫിൽ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതലായിട്ട് നമുക്ക് മെയിനായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അനുഭവിക്കുന്ന വ്യക്തിയുമാണ്. അപ്പോൾ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ആർട്ട് ഗാലറീസ്, ഈ മിലിയ ഇവർ ഇറ്റാലിയൻ കോഫി ഷോപ്പ് ആയതുകൊണ്ട് അതൊരു ഇറ്റാലിയൻ നെയിമുമാണ്. ഒരു സ്പോർട്സ് റേസിൻ്റെ
ഇതാണ് ഇറ്റാലിയൻ സ്പോർട്സ് റേസിൻ്റെ ഇതാണ് മില്ലെ മിഗ്ലിയ എന്നാണ് അവർ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുകയെങ്കിലും മില്ലെ ജി എന്നവരെ ഇതിൽ അങ്ങനെ പ്രൊണൗൺസിയേഷൻ ഇല്ലാത്തതുകൊണ്ട് മില്ലിയ എന്നാണ് പറയുക. അത് പറഞ്ഞാൽ മില്ലെ മീൻസ് 1000 ആൻഡ് മില്ലിയ മീൻസ് മൈൽസാണ്. അവരൊരു ഓൾഡ് 1927 ഈ റേസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റാലി. അതുപോലൊരു ഫേമസ് ആയ ആർട്ടിസ്റ്റ് മാർക്ക് ഒലിവർ ചെയ്തിട്ടുള്ളൊരു ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊക്കെ ബ്രോൺസിൻ്റെ ആർട്ട് വർക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുമാണ് കേട്ടോ, ഇതൊക്കെ ഒരു ആർട്ട് വർക്കാണ്. നമുക്ക് റാസ്ബെറി കുടിക്കാം. Could you give me one raspberry smoothie? Sorry? One raspberry smoothie. Have? Yeah. Which smoothie you want? Raspberry. Raspberry. Yeah. It's available, right? Raspberry? Yeah. Okay. Bean coffee. കോഫീൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള. ഞാൻ സത്യം പറഞ്ഞൊരു എപ്പോഴും ഇങ്ങനെ വിചാരിക്കും എവിടേക്കെങ്കിലും പോകണം സോളായിട്ട് പോയിട്ട് കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് പോകില്ല. നമ്മൾ കൂടുതലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മൾ പോകാറുള്ളത്. നിങ്ങൾക്ക് ലവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റിങ്ങിനൊക്കെ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി പ്ലേസാണ്. അറിയാൻ പറ്റിയ കുറേ ഇതുണ്ട്. ഞാനതിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് കടന്നിട്ടില്ല എന്നുള്ളൂ. ഞാനിത് ഓരോന്നും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ വരും. പിന്നെ ആൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആളും ചെറിയൊരു തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇതിലായതുകൊണ്ട് ഞാൻ വിളിച്ച് വല്ലാതെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത റാസ്ബെറി എത്തിയിട്ടുണ്ട്. നമുക്ക് സിപ്പ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ റാസ്ബെറീൻ്റെ ആ ഒരു പുളിപ്പും ആ ഒരു മധുരവും പിന്നെ സ്മൂത്തി ആയതുകൊണ്ടുള്ളൊരു മധുരം ഒരു എക്സ്ട്രാ വരുമ്പോൾ ഒരു ടേസ്റ്റ് നോർമൽ. ഇങ്ങനെ റാസ്ബെറി കുടിച്ച് നമ്മൾ ഇറങ്ങുക കേട്ടോ. ആളെ താങ്ക്സ് പറഞ്ഞു, കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഞാൻ ഈ പൗച്ച് കൊണ്ടിറങ്ങുന്നുണ്ട്. പൗച്ച് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിവേ താങ്ക് യു ബ്രോ. ഓക്കെ സീ യു ബൈ. ഇങ്ങനെ അവിടുന്ന് കുടിച്ചിറങ്ങി. നല്ല വെയിലാണ്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ദുബായ് റണ്ണ് ഉണ്ടെന്ന്. ഇന്നാണ് ഇപ്പോൾ ദുബായ് റണ്ണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മൂത്തി കുഴപ്പമില്ല, സ്മൂത്തി കഴിച്ചു. പിന്നെ നമ്മളവിടെ ശരിക്കും പറഞ്ഞാൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനല്ല പോയിട്ടുള്ളത്. നമുക്കിത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യാനാണ് പോയത്. ഒപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക. ഒരു സോളോ ഡേറ്റിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.